നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ജയിലിലെത്തി സന്ദർശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായ നൂറിൻ നിയാസി, അലീമ ഖാൻ, ഉസ്മ ഖാൻ തുടങ്ങിയ സഹോദരിമാരാണ് ഇമ്രാൻഖാനെ ജയിലിലെത്തി സന്ദർശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 9 മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇമ്രാൻഖാനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരോ നേരിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുമുള്ള വാർത്തകൾ പരന്നിരുന്നു. ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. സൈന്യത്തിനിടയിൽ ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പില്ല എന്ന ചർച്ച നടക്കുകയാണെന്നും ഇമ്രാൻഖാനെ കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരുമായിട്ടോ ഡോക്ടർമാരുമായിട്ടോ കാണാൻ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കുന്നില്ല എന്നുമായിരുന്നു വാർത്തകൾ പരന്നത്. ഇത് ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതിന് തെളിവാണെന്നും ഈ വാർത്ത അത് സൈനിക ഭരണകൂടം അല്ലെങ്കിൽ സൈന്യവും അതുപോലെ തന്നെ ഭരണകൂടവും അതീവ രഹസ്യമായി വച്ചിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകളാണ് പരന്നത്. ഇതിനു മുമ്പും ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരിച്ചു എന്ന വാർത്തകൾ പരന്നിട്ടുണ്ട്. അന്നും ബന്ധുക്കളെത്തി ഇമ്രാൻഖാനെ കണ്ടതോടുകൂടിയാണ് കിംവദന്തികൾക്ക് അവസാനമായത്. വീണ്ടും ഒരിക്കൽ കൂടി ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരിച്ചു എന്ന വാർത്തകൾ പരന്നിരുന്നു. അതിന് ചില സാഹചര്യ തെളിവുകളും പുറത്തു വന്നു. അതായത് അതിലൊന്ന് കുടുംബാംഗങ്ങളെ അനുവദിക്കാത്തതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടത്, സുപ്രീം കോടതി അടക്കമുള്ളവരുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാമാണ് ഇത്തരമൊരു സംശയം വർദ്ധിക്കുന്നതിന് കാരണമായത്. എന്തായാലും ഇപ്പോൾ ആ സംശയങ്ങൾക്ക് അറുതി വന്നിരിക്കുന്നു, കിംവദന്തികൾക്ക് അറുതി വന്നിരിക്കുന്നു. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു. 10 മിനിറ്റ് നേരം നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഈ സഹോദരിമാർ ഇമ്രാൻഖാനെ കണ്ടു എന്ന് സമ്മതിച്ചു. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയില്ല. പാകിസ്ഥാൻ ഭരണകൂടവും സഹോദരിമാരും അല്ലെങ്കിൽ ബന്ധുക്കളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണത്. മറ്റു കാര്യങ്ങൾ വാർത്താലേഖകരോട് പറയരുത് എന്ന ഒരു സമ്മതത്തോടു കൂടിയാണ് ബന്ധുക്കൾ ഇപ്പോൾ ഇമ്രാൻഖാനെ കണ്ടിരിക്കുന്നത്. സഹോദരിമാർ മാത്രമല്ല, ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും ജയിലിലെത്തി കണ്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇമ്രാൻഖാൻ ഭാര്യയുമായി കൂടിക്കാഴ്ച നടത്തിയത് 35 മിനിറ്റോളമാണ്. പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയിലെ നേതാക്കന്മാരും ഇമ്രാൻഖാനെ കണ്ടിരുന്നു. സുപ്രീം കോടതിയാണ് ഇമ്രാൻഖാനെ കാണാൻ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അനുമതി നൽകണം എന്ന് ഉത്തരവിട്ടത്. ആഴ്ചതോറും കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ഒരുക്കണം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജയിലിൽ ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതത്ര തൃപ്തികരമല്ലാത്തതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകണം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ബന്ധുക്കൾ കണ്ടയുടൻ തന്നെ അല്ലെങ്കിൽ ഇമ്രാൻഖാനെ സന്ദർശിച്ച ബന്ധുക്കൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് ഇമ്രാൻഖാനെ അറിയിക്കുന്നു. പാർട്ടി നേതാക്കന്മാരും ഇമ്രാൻഖാനുമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം പാർട്ടി നേതാക്കന്മാർക്ക് പ്രത്യേക നിർദ്ദേശം പാകിസ്ഥാൻ ഭരണകൂടം നൽകിയിരുന്നു. അതായത് ഈ കൂടിക്കാഴ്ച അതൊരു കാരണവശാലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, മാധ്യമപ്രവർത്തകരോട് മിണ്ടരുത് എന്നൊക്കെയുള്ള കർശന നിബന്ധനകളോടുകൂടിയാണ്. അതായത് പാർട്ടി പ്രവർത്തകരുടെ വായ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇമ്രാൻഖാനെ ഭരണകൂടം കാണാൻ അനുവദിച്ചത്. നമുക്കറിയാം, പാകിസ്ഥാൻ പട്ടാള നേതൃത്വവും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭരണകൂടവും ഇത്തരത്തിൽ ഇമ്രാൻഖാൻ ജയിലിൽ കിടന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തടയാനാണ് കർശനമായ ഉപാധികൾ വെച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ജയിലിൽ ജീവിച്ചിരിപ്പില്ല ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പരക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബന്ധുക്കളെയും പാർട്ടി നേതാക്കന്മാരെയും അതുപോലെ തന്നെ മറ്റു ചില ആളുകളെയും ഒക്കെ ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ ഭരണകൂടം അനുവദിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുമെല്ലാം ഇമ്രാൻഖാനെ കണ്ടിരിക്കുന്നു. ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരിച്ചു എന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടുകൂടി അവസാനമാവുകയാണ്. അഴിമതി കേസുകൾ ചുമത്തിയാണ് ഇമ്രാൻഖാനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതേ വകുപ്പുകൾ ചുമത്തി ഇമ്രാൻഖാൻ്റെ ഭാര്യയും ഇപ്പോൾ ജയിലിലാണുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ഘടകകക്ഷികൾ പിന്തുണ പിൻവലിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ താഴേക്ക് വീഴുകയായിരുന്നു. അപ്പോഴും ജനങ്ങളുടെ പിന്തുണ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന നേതാവ്
നേതാവിനും ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ പിൻബലം ഈ അട്ടിമറിക്ക് പിന്നിലുണ്ടായിരുന്നോ എന്നൊരു സംശയമൊക്കെ അന്നുണ്ടായിരുന്നതാണ്. എന്നാൽ അത് സംശയം മാത്രമല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു പാകിസ്ഥാനിൽ. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പല്ല എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്നറിയപ്പെടുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിഹ്നത്തിലാണ്, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി നേതാക്കന്മാർ ഓരോയിടത്തും മത്സരിച്ചത്. എന്നിട്ട് കൂടി ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിക്കാൻ സാധിച്ചു. ഇമ്രാൻഖാന് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ പേരിലാണ് മറ്റ് ഘടകകക്ഷികൾക്ക് ഒരുമിച്ച് ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നമുക്കറിയാം. തൊട്ടു പിന്നാലെ ഇമ്രാൻഖാനെ അഴിമതി കേസുകളിൽ പെടുത്തി ജയിലിലടയ്ക്കുകയായിരുന്നു. അതായത് ഒരു കാരണവശാലും ഇമ്രാൻഖാനോ ഇമ്രാൻഖാൻ്റെ പാർട്ടിയോ ഇനി ഒരിക്കലും പാകിസ്ഥാൻ്റെ ഭരണം കൈയാളരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇമ്രാൻഖാനുമേൽ ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും പാകിസ്ഥാനിലെ ഭരണകൂടം, ആ ഭരണകൂടത്തിനപ്പുറം ഇപ്പോൾ അധികാരങ്ങൾ കൈയാളുന്നത് അവിടുത്തെ സൈനിക നേതൃത്വമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടുത്തെ കരസേനാ മേധാവിക്ക് ഫീൽഡ് മാർഷലായി ഉദ്യോഗ കയറ്റം നൽകിയിരുന്നു. സത്യത്തിൽ ഈ പ്രൊമോഷനോടുകൂടി ഒരു അപ്രഖ്യാപിത മിലിറ്ററി കൂപ്പ് പാകിസ്ഥാനിൽ നടന്നു എന്ന് തന്നെ പറയണം. ഒരു പട്ടാള അട്ടിമറി, അപ്രഖ്യാപിത പട്ടാള അട്ടിമറി അവിടെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നോക്കിക്കുത്തിയാക്കിക്കൊണ്ട് പലപ്പോഴും ലോക നേതാക്കളുമായിട്ട് പോലും സംസാരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലാണ്. അങ്ങനെ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇമ്രാൻഖാൻ ജയിലിൽ മരിച്ചു എന്ന വാർത്തകൾ പരക്കുന്നത്. ഇമ്രാൻഖാൻ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നത് ഇപ്പോഴത്തെ പട്ടാള മേധാവി ഫീൽഡ് മാർഷലിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഈ പറയുന്ന പട്ടാള മേധാവിയും അദ്ദേഹവും തമ്മിൽ തെറ്റിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഇമ്രാൻഖാനെ കൽത്തുറുങ്കിലടയ്ക്കാൻ അസിം മുനീർ തയ്യാറെടുത്തിരിക്കുന്നത് എന്നാണ് സൂചന. എന്തായാലും ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തികൾക്ക് അവസാനമാവുകയാണ്. കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തെ സന്ദർശിച്ചിരിക്കുന്നു.